നമസ്കാരം. ഓം നമ ശിവായ. ഇവിടെ വക്രഗതി സഞ്ചാരത്തിന് അടുത്ത തുടങ്ങുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. പലപ്പോഴും സൗരയൂഥത്തിലെ മനുഷ്യരുടെ എല്ലാം ജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശനി. കർമ്മത്തിന്റെ ബലം നൽകുന്നതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ശനി രാശി മാറുമ്പോൾ ചില രാശിക്കാരിൽ ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇത് എന്ന് നമുക്ക് നോക്കാം. ജൂലൈ മാസത്തിൽ ശനി അതിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഫലമായി എത്രത്തോളം മാറ്റങ്ങൾ 12 രാശിക്കാരിലും ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം. മേടം രാശി ശനിയുടെ വക്രഗതി സഞ്ചാരം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് കാണുന്നത്. കൂടാതെ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കാനുള്ള അധികാരികൾ നിങ്ങളെ പ്രശംസിക്കുന്നതിനുള്ള തന്നെ സാമ്പത്തികമായിട്ട് മേടം രാശിക്കാർക്ക് നേട്ടമുള്ള ഒരു അവസരമാണ് വരുന്നത്. സാമ്പത്തിക വർധനവുണ്ടാകും. കിട്ടാനുള്ള പണം പലയിടത്തു നിന്നും നിങ്ങൾക്ക് വാഹനം വാങ്ങാനോ മറ്റ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ഏറെ നാളായി നിങ്ങൾ അനുഭവിച്ച ചില വിഷമതകളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ്. എപ്പോഴും പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് യോഗം കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പണം വരവിനായി മറ്റ് ചില ജോലികളൊക്കെ, ഫ്രീലാൻസ് ജോലികളൊക്കെ ചെയ്യാൻ ഈ രാശിക്കാർക്ക് കഴിയുന്നു. നിങ്ങളുടെ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ സാമ്പത്തികമായി അത് നല്ല ഗുണം ചെയ്യും. ഷെയർ മാർക്കറ്റുകളൊക്കെ വളരെ ബലവത്തായി വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മേടം രാശിക്ക് ഇത്. സാമ്പത്തികമായി ഏറെ ഗുണമുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണുന്നത്. കൂടാതെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. പിശകുകളോ പിണക്കങ്ങളോ ഒക്കെയുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ മാറി ഒന്നിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. പുത്രന്മാരുടെയോ പുത്രികളുടെയോ ഒക്കെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ബാധിച്ചിരിക്കുന്നവർക്ക് ഒക്കെ മാറി നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് വരുന്നത്. അടുത്തത് ഇടവം രാശിയാണ്. ഇടവം രാശി സംബന്ധിച്ച് തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യത ശനിയുടെ വക്രഗതി സഞ്ചാരത്തിലൂടെ നിങ്ങൾ ലഭിക്കുകയാണ്. പലപ്പോഴും നല്ല ജോലി നേടി നിങ്ങൾക്ക് കഴിയുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ച് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കരിയറിലെ 10ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നതിനാൽ അത്ഭുതകരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടി വരുമെന്നാണ് അറിയുന്നത്. ജോലി സംബന്ധമായി, സാമ്പത്തികമായി, മറ്റ് വിവാഹം നോക്കുന്ന ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കും. ബിസിനസ് വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പിന്നെ നിങ്ങൾ കൂട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിലൊക്കെ വലിയ ലാഭം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു. മറ്റ് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു. നിങ്ങൾ എപ്പോഴും വരാൻ പോകുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. ദൈവവിശ്വാസം കൈവിടരുത്. ക്ഷേത്രങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. മിഥുനം രാശിക്കാർക്ക് ശനിയുടെ നക്ഷത്രമാറ്റം പല വിധത്തിലുള്ള ഭാഗ്യങ്ങളാണ് കൊണ്ടുവരുന്നത്. സാമ്പത്തികമായി അനുകൂലമായ ഭാഗ്യം ഇവരെ തേടി എത്തുന്നു. കൂടാതെ ജോലിക്കോ ബിസിനസ്സിനോ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലമാണ്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്ന ഒരു കാലം വരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുകയും നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരികയും ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു. മക്കളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഏറെ നാളായി നിങ്ങളെ അലട്ടിയിരുന്ന രോഗാവസ്ഥകളിലൊക്കെ മാറ്റം ഉണ്ടാകുന്നു. രോഗമൊക്കെ ഭേദമാകുന്നു. മനസമാധാനവും ശാന്തിയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണുന്നു. ആത്മീയ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടാണ്
സമയമായിട്ടാണ് കാണുന്നത്. പണം നിക്ഷേപിക്കാനുള്ള നല്ല സമയമാണ്. സ്ഥലം വാങ്ങാനൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക്, വീട് വാങ്ങാനൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് അതിനൊക്കെ പറ്റിയ ഒരു സമയമാണ് ഇനി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചും നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് ഈ രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സമ്മാനിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ ആലോചിച്ച് മാത്രം എടുക്കുക. കാരണം അബദ്ധവശാൽ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. നിങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാകും. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. കുടുംബത്തിൽ പലവിധ വഴക്കുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് മുതിർന്നവരുമായോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളുമായോ ഒക്കെ സ്വരച്ചേർച്ചയില്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുന്നു. നിരവധി തടസ്സങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരിക. സാമ്പത്തികമായിട്ടൊക്കെ പണം ലഭിക്കാനുള്ള അവസ്ഥകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില പണമിടപാടുകളൊക്കെ തടസ്സപ്പെടാനോ അങ്ങനെ പണം കുരുങ്ങിക്കിടക്കാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ കാണുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പ്രതികൂലമായി ബാധിക്കുന്നതോടുകൂടി പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ തന്നെ ഒരു മനസ്സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈശ്വര വിശ്വാസം മുറുകെ പ്രാർത്ഥിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നാമം ജപിക്കാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ നാമം ജപിക്കുക, മുന്നോട്ട് പോവുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുക. അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സിൽ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ ആലോചിച്ച് ശേഷം മാത്രം എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ചാടിപ്പിടഞ്ഞ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി സഞ്ചാരം പ്രതികൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ കരിയറിൽ വിജയം തേടിയെത്തുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. കരിയറിൽ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നു. പക്ഷെ ചില തടസ്സങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. സാമ്പത്തിക സംബന്ധമായ ജോലികളൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കുക. മുതിർന്നവരുടെ ഉപദേശമൊക്കെ നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അനുഭവ സമ്പന്നരായ ആളുകൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്ന് ഉപേക്ഷ വിചാരിക്കാതെ കേട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള അറിവുകൾ നിങ്ങൾ നേടിയെടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആശ്വാസം ഉണ്ടാകും, സമാധാനമുണ്ടാകും. എങ്കിലും ചില പിരിമുറുക്ക പ്രശ്നങ്ങൾ, ഇപ്പോൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ടൊക്കെ ബന്ധുക്കളുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഏറെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിക്ഷേപ കാര്യങ്ങളിലൊക്കെ കുറച്ച് അല്പം ശ്രദ്ധ കൊടുത്തുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് കന്നി രാശിയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങളെ അലട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്നാണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പിരിമുറുക്കവും പ്രശ്നവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. കടബാധ്യതകളൊക്കെ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നു. മാത്രവുമല്ല വലിയ സാമ്പത്തിക നഷ്ടം ചില കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ, എന്തിലെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തിക നഷ്ടം നിങ്ങളെ പിടിച്ചു കുലുക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. ശനിയുടെ ഈ വക്രഗതി സഞ്ചാരം ഈ രാശിക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകും, വേദനയുണ്ടാകും, അലസതയുണ്ടാകും. ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ നിങ്ങൾക്കുണ്ടാവും. കുടുംബവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വത്തുക്കളുടെ കാര്യത്തിൽ തർക്കമുണ്ടാകാം. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതായിട്ടാണ്
രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കുക. എടുത്തടിച്ച പോലെ ആരോടും സംസാരിക്കുക. ശത്രുക്കളെ സമ്പാദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശത്രുക്കൾ കരുത്തരാകുന്ന ഒരു സമയം കൂടിയാണ്. ദൈവവിശ്വാസം ഉണ്ടാകണം. ഈശ്വരനെ പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക എന്നതാണ് ഈ രാശിക്കാർക്ക് ചെയ്യാനുള്ളത്. തുലാം രാശി. ശനിദേവന്റെ അനുഗ്രഹത്താൽ ഈ തുലാം രാശിക്കാരുടെ കരിയറിൽ അത്ഭുതകരമായ ഫലങ്ങൾ ശനിയുടെ വക്രഗതി സഞ്ചാരത്തിലൂടെ ലഭിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു കാലഘട്ടം വളരെ മംഗളകരമായി പോകുന്നു. അതായത് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഒക്കെ മംഗളകരമായ ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തികമായ നേട്ടം, ഐശ്വര്യലബ്ധി, പണലബ്ധി, ചില ഭാഗ്യക്കുറികൾ വരെ നിങ്ങളിലേക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വളരെയധികം സാധ്യത കാണുന്നുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഊർജം നിങ്ങളെ തേടിയെത്തുന്നു. പുതിയ പദ്ധതികളിൽ ഏർപ്പെടാനും പുതിയ ആളുകളുമായി സംവദിക്കാനും പുതിയൊരു ജീവിത പശ്ചാത്തലം കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുകൂടി പറ്റിയൊരു സമയമായാണ് ഈ ശനിയുടെ വക്രഗതിക്കാലം തുലാം രാശിക്കാരെ ബാധിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പം അറിയാത്ത വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ, അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഒരുപാട് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുതിർന്നവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ അപരിചിതരെ പരമാവധി ഒഴിവാക്കുക. അവരെ വിശ്വസിപ്പിച്ച് അനേകം കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കാതിരിക്കുക. സാമ്പത്തിക വിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില വേദനകളോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങൾക്ക് മൊത്തത്തിൽ നല്ല ഒരു സമയം തന്നെയാണ് ഈ ശനിയുടെ വക്രഗതി സഞ്ചാരം നൽകുന്നത്. പല ജോലികളും കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇവർ രാഷ്ട്രീയ രംഗവുമായും കലാരംഗവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് പുതിയ വേദികൾ ലഭിക്കുന്നു. അവരുടെ ജീവിതം കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മാറുന്നു. അവസരങ്ങൾ ലഭിക്കുന്നു. അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ അവർക്ക് ലഭിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തുലാം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സമാധാനത്തിൻ്റെ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെ അത് അനുകൂലമായിട്ടാണ് ബാധിക്കുന്നത്. ഇനി വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാര് ശനിയുടെ വക്രഗതി സഞ്ചാരം നിങ്ങളിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായി പറയുന്നു. ഈ കാലയളവിൽ നിങ്ങൾക്ക് വാഹനം, സ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറെ നാളായി നിങ്ങൾക്ക് ചില സമ്പാദ്യം ഒക്കെ ഉണ്ട്, പക്ഷെ വാങ്ങണം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, ഇതിനൊക്കെ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ആളുകൾ, പക്ഷെ അധികം കിട്ടുന്നില്ല, അതിന് തടസ്സങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയത്തിലേക്ക് കടക്കുകയാണ്. വാഹനം, സ്വത്ത് എന്നിവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. വക്രഗതി സഞ്ചാരത്തിലൂടെ നിങ്ങൾക്ക് ചില നല്ല ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്കുള്ളത്. പലപ്പോഴും ശനിദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നു. നിങ്ങളുടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുന്നതിനുള്ള അവസരങ്ങൾ കാണുന്നു. മാത്രമല്ല നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടുന്നു. ശത്രുദോഷം തീർന്നു കിട്ടുകയാണ്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കരുത്താർജിക്കാൻ കഴിയുന്നു. പിന്നെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു കുറവ് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയുണ്ട്. അത് മറ്റ് ചില കാരണങ്ങൾ കൂടിയൊക്കെ വെച്ച് നോക്കിയാലേ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാനാകുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ പോവുക, ക്ഷേത്ര ദർശനം നടത്തുക, പരമാവധി വഴിപാടുകൾ കഴിക്കാൻ പറ്റുന്നത് നിങ്ങളാൽ കഴിയുന്നത് കഴിക്കുക. ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. എന്തായാലും ജോലി സംബന്ധമായൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നു. വിദേശവാസം സാധ്യമാണ്. വിദേശത്ത് ജോലി നോക്കുന്നവർ, പഠനം നോക്കുന്നവർ, ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നാട്ടിൽ തന്നെ ജോലി നോക്കുകയാണെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ ഐക്യമുണ്ടാകുന്നു. അങ്ങനെ കുടുംബത്തിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. മൊത്തത്തിലൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം നൽകുന്നത്. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 3-ാം ഭാവത്തിലാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം നടക്കുന്നത്. അത് പലപ്പോഴും നിങ്ങളിൽ പരിശ്രമം, ശ്രദ്ധ, സ്ഥിരോത്സാഹം, ഇച്ഛാശക്തി എന്നിവയിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അലസത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണണം. ഒരു കാര്യത്തെയും ഈ സമയത്ത് നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയരുത്. നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായി മാറാൻ പോകുന്നവയായിരിക്കും.
ആയിരിക്കാം. അതുകൊണ്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജോലിയിലും ബിസിനസ്സിലും കൂടുതൽ ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ്. കൂടുതൽ ശ്രദ്ധിക്കണം. കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉയർച്ചയിലെത്താൻ കഴിയും. ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുക എന്നതാണ് ഇതിലൊക്കെ ഉപരിയായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തും സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. എടുത്തടിച്ച പോലെ സംസാരിക്കരുത്. വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തരുത്. വാക്കുകൾ കൊണ്ടുള്ള ചില സംസാരങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യം കാര്യത്തിൽ ശ്രദ്ധ വേണം. ആരോഗ്യപരമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് യാത്രകളൊക്കെ നിങ്ങൾക്ക് നടത്തേണ്ടി വരും. ആ യാത്രകളിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായി കാണുന്നു. അങ്ങനെ ആരോഗ്യപരമായ കാര്യത്തെയാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പക്ഷേ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളും ചില വിമുഖതകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ മെച്ചപ്പെടുന്നതിന് ഈ ശനിയുടെ വക്രഗതി സഞ്ചാരം അനുഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ ഇരട്ടിയാകുന്നു. പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു ചേരുന്നു. ഇതോടുകൂടി നിങ്ങളുടെ ഭൗതിക സുഖങ്ങൾ മെച്ചപ്പെടുന്നു. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു. പ്രണയബന്ധത്തിലായിരുന്ന ആളുകൾ, ഈ രാശിക്കാരിലുള്ള പ്രണയബന്ധത്തിലായിരുന്ന ആളുകളൊക്കെ അവരുടെ പ്രണയം പൂവണിയുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അനുകൂലമായിട്ടുള്ള ചില ഫലങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നു. എങ്കിലും നിങ്ങൾ വളരെ ഗൗരവത്തോടെ, കാര്യഗൗരവത്തോടെ കാര്യങ്ങളെ സമീപിക്കണം. ജോലി സംബന്ധമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നന്നായി ചിന്തിച്ച് ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ മറികടക്കാൻ കഴിയും. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായേക്കാം. ഓഫീസിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട് എന്നതാണ് കാണുന്നത്. മാനസിക സമ്മർദ്ദം ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വർദ്ധിക്കുന്നതായിട്ട്, ടെൻഷൻ ഉണ്ടാകാം. നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ച് ചില കാര്യങ്ങളെപ്പറ്റി വല്ലാതെ വ്യാകുലപ്പെടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അത്തരം അവസരങ്ങളിലൊക്കെ ആത്മസംയമനത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ആ ഒരു ഇച്ഛാശക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം. ഈശ്വര വിശ്വാസം കൂടെ തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല കുടുംബത്തിലെ അന്തരീക്ഷത്തെയൊക്കെ നന്നായിട്ട് തണുപ്പിക്കാനും കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് അവരിൽ സന്തോഷമുണ്ടാക്കാനൊക്കെ നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രതയൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ജാഗ്രത കുറവ് വരുത്തരുത്. എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. കുംഭം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നതിന് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അനാവശ്യമായി പണം ചെലവായി പോകുന്നത്, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കുറേ ചിലവുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സമ്പാദ്യമൊക്കെ ക്രമീകരിക്കുക. സാമ്പത്തികമായിട്ട് പണം ചിലവഴിക്കുന്നതിലൊക്കെ ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. മാനസിക ശാരീരിക പിരിമുറുക്കം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് വരാൻ പോകുന്നത്. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ നിരവധി അവസരങ്ങൾ തേടിയെത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ അവസരങ്ങൾ തിരഞ്ഞെടുക്കുക. പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ മാനസികമായിട്ടൊക്കെ കുറച്ച് വേദന അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം കൂടി വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ മാറ്റമുണ്ട്, നേട്ടങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിനനുസരിച്ച് ചെലവും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചില പുണ്യസ്ഥലങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ സന്ദർശിക്കാൻ ഇടവരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മീയതയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെ പുതിയ ചില സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ പോയിപ്പെടും. അവർ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട വ്യക്തികളായി മാറുന്നതായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത്, കലാരംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് നല്ല സമയമാണ്. അതേസമയം കുറച്ച് ചില മോശം അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആ മേഖലയിൽ നിന്നുണ്ടാകാം. എല്ലാത്തിനും ഉപരിയായിട്ട് ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുക, മുന്നോട്ട് പോവുക. പരമാവധി ക്ഷേത്രങ്ങളിലൊക്കെ ദർശിക്കുക.
സൂക്ഷിക്കുക, നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ ഭഗവാന് നൽകുക. അങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ കാരണമാകും. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് ഈ വക്രഗതി സഞ്ചാരത്തിലൂടെ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചേക്കാമെന്നാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അനുയോജ്യമായ ചില അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നു. അതേസമയം നിങ്ങൾക്ക് കുറച്ച് അത് ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ ഇടവരും. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഏറെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ബിസിനസ്സിൽ വളരെ നഷ്ടം സംഭവിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണമിടപാടുകൾ നടത്തുമ്പോൾ അത് ഏറെ ശ്രദ്ധയോടുകൂടി നടത്തുക. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സാമ്പത്തിക നഷ്ടം നിങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. കുടുംബവുമായി സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പൊരുത്തക്കേടുകളൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രശ്നങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ പറഞ്ഞ് തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. എന്തായാലും ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ രാശിക്കാർക്കും. അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടു കൂടി ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഭഗവാനെ മനമുരുകി പ്രാർത്ഥിച്ച് നമ്മൾക്ക് ഈ സമയത്തെ അതിജീവിക്കാം.